നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും പഞ്ചാബ് കിങ്സ് 11 തോറ്റിരിക്കുന്നു. 7 കളികളിൽ നിന്ന് അപരാജിതരായി 13 പോയിൻറ്റുമായി നിന്നിരുന്ന പോയിൻ്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിന്നിരുന്ന പഞ്ചാബ് കിങ്സ് 11 ഇതാദ്യമായി 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവരെ തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് 11 കളികളിൽ നിന്ന് 14 പോയിൻറ്റുമായി പോയിൻ്റ് ടേബിളിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതേസമയം പഞ്ചാബ് കിങ്സ് 11 10 കളികളിൽ 13 പോയിൻ്റാണ് ഉള്ളത്. അതായത് അവസാന 3 മത്സരങ്ങളും തോറ്റതോടുകൂടി അപരാജിതമായ കുതിപ്പ് അവസാനിച്ചു എന്ന് മാത്രമല്ല, ഇനി വിജയത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ബദ്ധപ്പാട് പഞ്ചാബ് കിങ്സ് 11 ഉണ്ട്. കാരണം ഇനി 4 കളികളാണ് ബാക്കിയുള്ളത് ഈ സീസണിൽ. അത് ചുരുങ്ങിയത് ജയിച്ച് വീണ്ടും ആത്മവിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 20 ഓവറിൽ 235 റണ്ണാണ് അടിച്ചത്. അവർക്ക് വേണ്ടി ഹെൻറിച്ച് ക്ലാസൻ 69 റണ്ണടിച്ചു. അവരുടെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 55 റണ്ണടിച്ചു. അവരുടെ ഓപ്പണർമാരായ ബ്ലാസ്റ്റിംഗ് ഓപ്പണേഴ്സായ ട്രാവിസ് ഹെഡ് 38ഉം അഭിഷേക് ശർമ്മ 35 റണ്ണടിച്ചു. ഇവരാണ് പ്രധാനമായും സ്കോർ ചെയ്തത്. 235 റണ്ണ് എടുക്കുന്നതിലേക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിച്ചത്. അതെന്തായാലും 235 റണ്ണ് ആ പിച്ചിൽ അതൊരു വലിയ സ്കോറായിരുന്നു. ചേസിങ്ങിൽ പഞ്ചാബ് കിങ്സ് 11 സാധാരണഗതിയിൽ നല്ല ബ്ലിസ്റ്ററിങ് ഓപ്പണിംഗ് കൊടുക്കുന്ന പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രൻ സിംഗും പക്ഷേ ഇത്തവണ തീർത്തും പരാജയപ്പെട്ടു. ഒരു തരത്തിലും മികച്ച തുടക്കം പഞ്ചാബിന് കിട്ടിയില്ല. പിന്നീട് കൂപ്പർ കൊണോലി, അവരുടെ ടോപ്പ് ഓർഡർ ബാറ്ററായ കൂപ്പർ കൊണോലി മാത്രമാണ് നന്നായി കളിച്ചത്. അദ്ദേഹം 59 പന്തിൽ 107 റണ്ണടിച്ചു. 7 4ഉം 8 സിക്സറുകളും അടങ്ങുന്നതാണ് ആ ഇന്നിങ്സ്. അവസാനം വരെ അദ്ദേഹം പുറത്താകാതെ നിന്നു. പഞ്ചാബ് കിങ്സിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാമോ എന്ന് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കാരണം 235 വളരെ വലിയ സ്കോറായിരുന്നു. തുടക്കം മികച്ചതായിരുന്നെങ്കിൽ തീർച്ചയായും പഞ്ചാബിന് ആ സ്കോർ പിന്തുടർന്ന് നേടാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരുവിധം എല്ലാ ബൗളർമാരും നല്ല ലൈനിലും ലെങ്ത്തിലും അച്ചടക്കത്തോടെ പന്തെറിഞ്ഞു. 202 റണ്ണ്, 7 വിക്കറ്റിന് 202 എന്ന സ്കോറിൽ പഞ്ചാബ് കിങ്സ് 11 അവസാനിച്ചു. അതിൽ ആകെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരേ ഒരു കാര്യം കൂപ്പർ കൊണോലി സെഞ്ചുറി അടിച്ചു എന്നത് മാത്രമാണ്. അത് വരും മത്സരങ്ങളിൽ അവർക്ക് വിജയത്തിലേക്ക് തിരിച്ചു വരാൻ, വിജയപാതയിലേക്ക് തിരിച്ചെത്താൻ കൂപ്പർ കൊണോലിയുടെ ഈ ഫോം ഉപകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിൻ്റ് ടേബിളിൽ മുകളിലെത്തിയിരിക്കുന്നു. പഞ്ചാബ് കിങ്സ് 11 2ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു.